നമസ്കാരം. ബി.ജെ.പിയിൽ എന്തും സംഭവിക്കാം എന്നൊരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് മുതൽ ബി.ജെ.പി എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളിലായിരുന്നാലും അല്ലാത്തപ്പോഴും ട്വിസ്റ്റുകൾ കൊണ്ടുവരാറുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ തന്നെ 11% കൂടുതൽ ഒരു വോട്ട് വർധനവ് ആലപ്പുഴയിൽ ശോഭ തന്നെ സൃഷ്ടിച്ചു. കൂടാതെ മികച്ച രീതിയിലുള്ള വാക്ചാരിത്യം, നിമിഷ നേരം കൊണ്ട് അണികളെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രത്യേകതയാണ്. ജൂലൈയിലാണ് മോദി സർക്കാരിന്റെ അതായത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒരു വർഷം തികയുന്നത്. അതിനു മുന്നേ ശോഭാ സുരേന്ദ്രനെ മികച്ച ഒരു പദവി നൽകുമെന്ന് ബി.ജെ.പി ദേശീയ നേതൃത്വം പറഞ്ഞിരുന്നു. അന്ന് ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറി പദവി അല്ലെങ്കിൽ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഒരു മികച്ച സ്ഥാനം അതായിരുന്നു വാഗ്ദാനം. അതോടെയാണ് ശോഭയ്ക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പ് എന്ന നിലയിൽ ഒരു വാർത്ത അന്ന് വന്നത്. ഏതായാലും ആ വാർത്ത ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതിന്റെ ആദ്യപടിയാണ് അമിത്ഷായുടെ വസതിയിൽ ശോഭാ സുരേന്ദ്രൻ, അതായത് അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിൽ ശോഭാ സുരേന്ദ്രൻ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, കൂടാതെ നേതാക്കൾക്കും. ശോഭയെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ മതസമുദായ നേതാക്കളുമായിട്ടും ശോഭ വലിയൊരു ബന്ധം നിലനിർത്തി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു വനിതാ നേതാവിന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുന്നത് വഴി കാതലായ ഒരു മാറ്റവും വലിയ രീതിയിൽ ഒരു വോട്ട് ബാങ്ക് ബി.ജെ.പിക്ക് കേരളത്തിൽ നിന്നും കിട്ടും എന്നത് യാഥാർത്ഥ്യമാണ്. കൂടാതെ സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെ ഡൽഹിയിൽ സന്ദർശിച്ചുവെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം തോളോട് തോള് ചേർന്ന് ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന അമിത്ഷാജിയോടൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ ബി.ജെ.പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതാണ് ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ ഒരു കുറിപ്പ്. അടുത്ത വർഷം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളിൽ ഭരണം നേടാമെന്നതും കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ കോർപ്പറേഷനുകളിൽ നിർണായകമായ ശക്തിയാകാമെന്നുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 100 പഞ്ചായത്തുകളിലും കുറഞ്ഞത് 25 മുനിസിപ്പാലിറ്റികളിലും ഭരണം നേടണമെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. ഇതിനായി ശോഭയ്ക്ക് കൂടുതൽ ചുമതലകൾ നൽകും. അതേസമയം കേന്ദ്ര നേതൃത്വം ശോഭയെ കേന്ദ്രമന്ത്രിയാക്കി ഞെട്ടിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഒന്നാമത്തെ കാര്യം, രണ്ട് സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. അതായത് ശോഭയ്ക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടും എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്താനുള്ള കാരണം ശോഭയുടെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. രണ്ട്, ശോഭയെ കേന്ദ്രമന്ത്രി സ്ഥാനം കേന്ദ്രമന്ത്രി ആക്കുന്നത് വഴി നാരിശക്തി എന്ന ഒരു കൺസെപ്റ്റ് ബി.ജെ.പി പ്രൊമോട്ട് ചെയ്യുന്നു. ശോഭയെ കേന്ദ്രമന്ത്രിയാക്കുന്നത് വഴി മികച്ച ഒരു വികസനം കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്ന രീതിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നുള്ള വനിതാ നേതാക്കളെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ ഒരു നീക്കവും നടത്തുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം.